ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ? സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം സ്റ്റാർട്ടിങ് എത്ര സമയം പഠിക്കാനാ പ്ലാൻ? ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ, തുടക്കത്തിൽ 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, വരട്ടെ. 1 ആണോ 2 ആണോ 3 ആണോ എത്രയാ? 2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ. യെസ്. ഈ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് 1 മണിക്കൂറും പറഞ്ഞു, 2 മണിക്കൂറും പറഞ്ഞു. ആ 2 മണിക്കൂർ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ 1 മണിക്കൂർ തിയറി ക്ലാസ്സും ബാക്കി 1 മണിക്കൂർ എന്ത് പഠിക്കും? ക്വസ്റ്റ്യൻ ഡിസ്കഷനും പഠിക്കുമോ? നിങ്ങൾ എല്ലാവരും 2 മണിക്കൂർ വെച്ച് പറഞ്ഞു. എല്ലാവരും 2 മണിക്കൂർ പറഞ്ഞു. സ്റ്റാർട്ടിങ് 1 മണിക്കൂർ തിയറി ക്ലാസ് ഒരു തുടക്കമാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് 1 മണിക്കൂർ തിയറി ക്ലാസ്സും ബാക്കി 1 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. ആദ്യമേ സ്റ്റാർട്ടിങ് മുതൽ തന്നെ, ഏറ്റവും ആദ്യം മുതൽ തന്നെ എന്താണ് തിയറിക്കും ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാമോ? ആ 2 മണിക്കൂർ കിട്ടിയ ആൾക്കാർ പറഞ്ഞു. ആ 2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിങ് 1 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ബാക്കി 1 മണിക്കൂർ തിയറി കൊടുക്കണം. അതേസമയം ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് 1 മണിക്കൂർ കിട്ടിയാൽ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് 1 മണിക്കൂർ കിട്ടുമെന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് 1 മണിക്കൂർ കിട്ടുമെന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ 1/2 മണിക്കൂർ തിയറിയും ഈ പറഞ്ഞ ബാക്കി 1/2 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും, 1/2 മണിക്കൂർ തിയറിയും 1/2 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കോ. അല്ലാതെ വെറുതെ കുറെ തിയറി പഠിച്ച് കാണാതെ പഠിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. സത്യമല്ലേ? ഇഷ്ടംപോലെ തിയറി വർഷങ്ങളോളം പഠിക്കുന്നതാണ്. അത് മാത്രം പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആദ്യം മുതൽ തന്നെ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആൻഡ് തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാമോ? പറയണം. എസ് ഓർണ പറയാം. ഈ ഗ്രൂപ്പിന് ഇപ്പോൾ ഉള്ള ആൾക്കാർ എല്ലാവരും പറയണം. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആൻഡ് തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഒരേ സമയം അതിനും ഒരേ സമയം ഇതിനും കൊടുക്കണം. പറഞ്ഞു എല്ലാരും പറഞ്ഞു. അതിന് കാര്യം എന്നറിയാമോ? ശരിക്കുള്ള കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് 1 മണിക്കൂറല്ലേ, ഈ പറഞ്ഞ ഫസ്റ്റ് 1 മണിക്കൂറല്ലേ, അത് പതിയെ അടുത്ത മാസം ആകുമ്പോൾ 2 മണിക്കൂറാവും. പിന്നെ ഈ പറഞ്ഞ എക്സാം നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ അത് 3 മണിക്കൂറാവും. ഇത് ഏറ്റവും അവസാനമാകുമ്പോൾ ഈ പറഞ്ഞ 4, 5, 6 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരല്ലേ. ഏറ്റവും അവസാനമാകുമ്പോൾ 4, 5, 6 മണിക്കൂർ പഠിക്കുമ്പോൾ അവിടെ തെറ്റുപറ്റി പോകുന്ന കാര്യം, അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഏറ്റവും അവസാനം എത്തുന്ന സമയത്ത് ക്വസ്റ്റ്യന് ഒരു ഇമ്പോർട്ടൻസ് ആ രീതിയിൽ കൊടുത്തിട്ടില്ലല്ലോ. സത്യം ഇതുവരെയായിട്ട് ആരും ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും തിയറി മാത്രം പഠിക്കും അല്ലേ? എപ്പോഴും കുറെ തിയറി മാത്രം പഠിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഒരിക്കലും ഇതുവരെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടില്ല. ശരിയാണോ അല്ലയോ? സത്യം പറഞ്ഞു എല്ലാരും പറഞ്ഞേ. ഇതുവരെ ആരും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കുറെ തിയറി പഠിക്കും, കുറെ തിയറി കാണാതെ പഠിക്കും. അത് പഠിച്ചുകൊണ്ട് പോയി അവിടെ ഇരിക്കുമ്പോൾ ആ വരുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എസ് ഓർണോ മാത്രം പറയുക. അവിടെ പോയിരിക്കുമ്പോൾ ഈ പറഞ്ഞ എക്സാം പാറ്റേൺ നോക്കുമ്പോൾ എനിക്ക് ആ ചോദ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നും. അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് മാറാൻ വേണ്ടിയാണ് ആദ്യം മുതൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആൻഡ് തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതാണ് നിങ്ങളുടെ വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്, ഫസ്റ്റ് 1 മണിക്കൂർ കിട്ടുന്ന ആൾക്കാർ ഫസ്റ്റ് 1/2 മണിക്കൂർ തിയറിക്കും പിന്നെ 1/2 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൊടുക്കുക. അതേസമയം 2 മണിക്കൂർ കിട്ടുന്ന ആൾക്കാർ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ ബാക്കി 1 മണിക്കൂർ തിയറിക്കും കൊടുക്കുക. ഈ പറഞ്ഞ 3 hours കിട്ടുന്ന ആൾക്കാർ ഫസ്റ്റ് 1.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇപ്പൊ ബാക്കി 1.5 മണിക്കൂർ തിയറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കോ? ഇപ്പൊ പറയണം. പഠിക്കോ ഇല്ലയോ? അങ്ങനെ പഠിക്കോ ഇല്ലയോ? ഇല്ല പഠിക്കും. സോ ഇന്ന് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നോക്കിയാൽ ആദ്യം ഈ പറഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ഒരു 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ?
നോക്കാമോ? ഈ പറഞ്ഞ എന്താ ക്ലാസ് സ്റ്റാർട്ട് ആവാൻ ഒരു 10 ക്വസ്റ്റ്യൻ നോക്കാമോ? ഒരു 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം നോക്കാം അവിടെ, നോക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ എന്താ കംപ്ലീറ്റ് സമയം ഇതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അത്രയും ആത്മാർത്ഥത്തിൽ പഠിക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾ പഠിക്കുക, ഉറപ്പായിട്ട് വിജയം ഉണ്ടായിരിക്കും. സോ നോക്കാം, ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. അതിലോട്ട് പോകുന്ന മുമ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2016 ESE എക്സാമിലെ 2016 ഈ കഴിഞ്ഞ ESE എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ ആദ്യം നോക്കാൻ പോകുന്നു. എല്ലാവരും കാണാമല്ലോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പാപ് സ്മിയർ ഈസ് ദ ടെസ്റ്റ് ഫോർ എന്തിനുള്ള ടെസ്റ്റ് ആണ്? ദ സെർവിക്കൽ ക്യാൻസർ ആണോ, ഓർ ദ പ്രീ എക്ലാംഷ്യ ആണോ, ഓർ ദ എൻഡോമെട്രിയോസിസ് ആണോ, ഓർ ദ യൂട്രൈൻ ഫൈബ്രോയിഡിനുള്ളതാണോ ദ പാപ് സ്മിയർ എന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്? ആർക്കുള്ളതാ? എല്ലാരും പറയണം. പറഞ്ഞേ. സെർവിക്കൽ ക്യാൻസർ അല്ലേ? ദ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയല്ലേ ദ പാപ് സ്മിയർ എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയുള്ളതാ? സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ളതാ. അപ്പൊ ദ മാമോഗ്രാഫി എന്തിനുള്ളതാ? ദ മാമോഗ്രാഫി എന്തിനുള്ളതാ? ദ ബ്രസ്റ്റ് ക്യാൻസറിനുള്ളതല്ലേ? അല്ലേ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ദ ക്യാൻസറിന്റെ സ്റ്റേജിങ് സിസ്റ്റത്തിൽ വിളിക്കുന്ന പേരെന്താ? ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ദ ക്യാൻസറിന്റെ സ്റ്റേജിങ് സിസ്റ്റത്തിൽ വിളിക്കുന്ന പേരെന്താ? ദ TNM ക്ലാസിഫിക്കേഷൻ ആണോ? TNM ക്ലാസിഫിക്കേഷൻ ആണോ? ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ക്യാൻസറിന്റെ എന്താണ് ഈ പറഞ്ഞ എല്ലാരും പറഞ്ഞേ സ്റ്റേജിങ് സിസ്റ്റം ഏതാ? TNM ക്ലാസിഫിക്കേഷൻ അല്ലേ? TNM ക്ലാസിഫിക്കേഷൻ അല്ലേ? ആണ്. അത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അത് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. ഇനി ദ സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ. നമ്മൾ എല്ലാ ഓപ്ഷനും പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠിക്കണം. ഇതിന് ഉത്തരം കിട്ടിയെങ്കിലും, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെങ്കിലും ഈ പറഞ്ഞ ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കുമ്പോൾ എന്താ ദ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞ എന്തായിരിക്കും? ആർക്ക് പറയാം? ദ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞ എന്താ? അത് എവിടെ വരെ പഠിക്കുന്ന കാര്യമാണ്? അത് നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ ഇതുവരെ തുടങ്ങിയില്ല. അത് കണ്ടായിരുന്നോ? നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ ദ തിയറീസ് തുടങ്ങിയില്ല. അതിന് മുമ്പേയുടെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആണോ? ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന ടോപ്പിക്കിലാണോ ഇനി വരാൻ പോകുന്ന, നമ്മളിനി എന്താണ് ഈ പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അവിടെ വരുന്ന കാര്യമാണ്. സോ അറിയണം എന്താണ് ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? അത് എപ്പോഴാ സംഭവിക്കുന്നത്? ദ 20 വീക്ക് ഓഫ് ദ ജസ്റ്റേഷൻ കഴിഞ്ഞ ശേഷമാണോ? ദ 20 വീക്ക് ഓഫ് ദ ജസ്റ്റേഷന് ശേഷം വരുന്ന ദ ബ്ലഡ് പ്രഷർ വരുന്നതാണോ? ഒരു 20 വീക്ക് ഓഫ് ദ ജസ്റ്റേഷൻ ശേഷം, ഒരു 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ശേഷം ഒരു വുമണിന് ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ വരുന്ന കണ്ടീഷൻ അല്ലേ ദ പ്രഗ്നന്റ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്? ആണ്. അത് എത്ര ടൈപ്സ് ഉണ്ട് എങ്കിലും അറിയണം. അത് എത്ര ടൈപ്സ് ഉണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ആർക്ക് പറയാം? എത്രയുണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? പറയണം. ഇവിടെ എത്ര ടൈപ്സ് ഓഫ് ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്? എല്ലാരും പറയണം. ഇല്ല, പുതിയ ആൾക്കാരുണ്ട്, കുറെ പുതിയ ആൾക്കാർ പറയണം. നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ്സിനെ പറ്റി അറിയണ്ടേ? എന്റെ ക്ലാസ്സിനെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു തരുന്ന ഒരാളാണ്. 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ എക്ലാംഷ്യ ആൻഡ് ദ പ്രീ എക്ലാംഷ്യ
ആൻഡ് ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ. ആണോ? ആണോ? ആലോചിച്ച് പറയൂ. 3 അല്ലേ? 3 ഏതൊക്കെയാ? ദ പ്രീ എക്ലാംഷ്യ ഉണ്ട്, ആൻഡ് ദ എക്ലാംഷ്യ ഉണ്ട്, ആൻഡ് ദ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ. 3 ടൈപ്പ് ഓഫ് ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. എന്റെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഇറങ്ങിയോണ്ടോ? ഇതിനകത്ത് എന്റെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ഇറങ്ങിയുണ്ടോ? അവർക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഞാൻ തിയറിയോടൊപ്പം തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. സോ അതുപോലെ ഞാൻ പറയുമ്പോൾ പഠിക്കുമല്ലേ? എവിടെ ഉണ്ടോ? അത് ഒന്നും എഴുതണ്ട. ഇത് നോട്ടെല്ലാം തരും. ഒന്നും എഴുതണ്ട, ജസ്റ്റ് കേട്ടിരിക്കുക. ആ തലയോട്ടൊന്ന് എന്താണ് പറയുന്ന കാര്യം മാത്രം എടുക്കുക. സോ അതിൽ വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഉത്തരത്തിന്റെ ശരി ഉത്തരം പറഞ്ഞു. സെർവിക്കൽ ക്യാൻസർ ആണെന്ന് ശരി ഉത്തരം പറഞ്ഞെങ്കിലും നമുക്ക് എല്ലാ ഓപ്ഷനും പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൽ തന്നെ പ്രീ എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രഗ്നന്റ് ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷനിൽ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ കാര്യമാണ്. സിമ്പിൾ ആണ്. ഇത് ഈ കണ്ടീഷൻ കാണുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് എന്ത് ഓർമ്മ വരും? ഈ ഒരു കണ്ടീഷൻ വരും ഫസ്റ്റ് മനസ്സിൽ ഓർമ്മ വരേണ്ട കാര്യം, അവിടെ ബ്ലഡ് പ്രഷർ കൂടുതലോ കുറവാണോ? അവിടെ ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുതലാണോ കുറവാണോ? അത് കൂടുതലാണ്. അത് കൂടുതലല്ലേ? അത് കൂടുതലായിരിക്കും. ഇറ്റ് ഇസ് 140/90 എബോവ് എന്തായിരിക്കും? ഈ പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. അത് മാത്രമേ പ്രത്യേകത? അത് മാത്രമാണോ പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ നല്ല എഡിമ കൂടുതലായിരിക്കും അല്ലേ? ബ്ലഡ് പ്രഷർ കൂടുതലാണ്. അതുപോലെ തന്നെ ആ ഒരു പേഷ്യന്റെ ബോഡിയിൽ നല്ല എഡിമ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഒരു സംഭവം കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും ഇസ് എ പ്രീ എക്ലാംഷ്യ. അത് എന്ത് സംഭവ? പ്രോട്ടീനൂറിയ ആണോ? ആണോ? എല്ലാരും പറയണം. ആണോ? ആണ്. അപ്പൊ എങ്ങനെ പറയാം? ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ഇറ്റ്സ് മോർ ദാൻ 140/90 140/90 ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ അല്ലേ? ആഫ്റ്റർ 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ, 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ശേഷം BP 140/90 മുകളിലാണ്. അതിന്റെ കൂടെ ബോഡിയിൽ നല്ല എഡിമയുണ്ട്. അതിന്റെ കൂടെ പ്രോട്ടീനൂറിയം കൂടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം ഇതായിരുന്നു കേരള PC പ്രീവിയസ് ചോദ്യം. എന്ത് വിളിക്കാം? 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ശേഷം ബ്ലഡ് പ്രഷർ കൂടുതലാണ്. അതിന്റെ കൂടെ തന്നെ നല്ല എഡിമയും ബോഡിയിലുണ്ട്. അതിന്റെ കൂടെ തന്നെ പ്രോട്ടീനൂറിയം കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്തായിരിക്കും? എല്ലാവരും പറയണം. പ്രീ എക്ലാംഷ്യ അല്ലേ? പ്രീ എക്ലാംഷ്യ പറഞ്ഞേ പ്രീ എക്ലാംഷ്യ. യെസ്. അത് കിട്ടിയോ? അവിടെ ഇല്ല എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. ഇതുപോലത്തെ ടേമിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഇസ് എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ഒരു ടേം ഉണ്ട്. ഇസ് എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? എക്ലാംഷ്യ അവിടെ എന്തുകൊണ്ടായിരിക്കും? അവിടെ പേഷ്യന്റിന് ഇരുന്ന ബ്ലഡ് പ്രഷർ ഉണ്ട്, അന്ത എഡിമയുണ്ട്, അന്ത പ്രോട്ടീനൂറിയുണ്ട്, അന്ത BP കൂടുതലാണ്. ഒരു കാര്യം കൂടെ ഉണ്ടായിരിക്കും. സീഷർ കൂടെ വന്നു കഴിഞ്ഞാൽ, അതേ പേഷ്യന്റ് സീഷർ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ഇറ്റ് ഈസ് എക്ലാംഷ്യ എന്ന കണ്ടീഷൻ അല്ലേ? ആലോചിച്ച് നോക്കിയേ. ബോഡിയിൽ നല്ല എഡിമയുണ്ട്, BP കൂടുതലാണ്, അന്ത പ്രോട്ടീനൂറിയുണ്ട്. സീഷർ കൂടെ വന്നു കഴിഞ്ഞാൽ എക്ലാംഷ്യ. ഓർമ്മിക്കേണ്ട കാര്യം, ഇറ്റ് ഇസ് സീഷർ ഇല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ ആയിരിക്കും? ബോഡിയിൽ നല്ല എഡിമയുണ്ട്, അന്ത പ്രോട്ടീനൂറിയുണ്ട്, BP കൂടുതലാണ്, സീഷർ ഇല്ലെങ്കിൽ എക്ലാംഷ്യ ആണോ? പ്രീ എക്ലാംഷ്യ. ഇനി അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ബോഡിയിൽ നല്ല സീഷർ കൂടെ വന്നാൽ എക്ലാംഷ്യ.
ആ വ്യത്യാസം മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓർ എക്ലാംഷ്യ. കണ്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? ആരും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഈ പറഞ്ഞ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓർ എക്ലാംഷ്യ ഉണ്ട്? പല എക്സാമിന് സ്ഥിരം ചോദ്യ ക്വസ്റ്റ്യൻ ആണ്. ഇസ് ദ മെഗ്നീഷ്യം സൾഫേറ്റ് ആണോ? ഇസ് MgSO4. ദ മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംഷ്യ. എക്ലാംഷ്യ. കിട്ടിയ കുഞ്ഞുങ്ങളെ? കിട്ടിയ കുഞ്ഞുങ്ങളെ? കിട്ടിയോ? അപ്പൊ എന്താ രണ്ട് ഓപ്ഷൻ ക്ലിയർ ആയോടെ? രണ്ട് ഓപ്ഷൻ ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കുന്നതാണ്. യെസ്. അടുത്ത ഓപ്ഷൻ നോക്കി. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ എന്താ? അടുത്ത ഓപ്ഷൻ നോക്കി. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ എന്താ? ആർക്ക് പറയാം? ഈ പറഞ്ഞ യൂട്രസ് അത് പുറത്തോട്ട് വളർന്നു വരുന്നതാണോ അവിടെ? അതോ ദ തിക്കനിങ് ആണോ? ആർക്ക് പറയാം? തിക്കനിങ് ആണ്. പറ. തിക്കനിങ് ആണോ? തിക്കനിങ് ആണല്ലേ? തിക്കനിങ് ഓഫ് ദ യൂട്രസ് ആണോ? ആണല്ലേ? തിക്കനിങ് യൂട്രസ് വിളിക്കാം, എൻഡോമെട്രിയോസ് വിളിക്കാം. ഇനി ദ ഫൈബ്രോയിഡ് എന്താ? അടുത്ത ടേമാണ് ദ ഫൈബ്രോയിഡ്. എന്താണ് ദ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ? അത് ദ ക്യാൻസറസ് ആണോ? ദ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസറസ് ഓർ ഇസ് ദ നോൺ ക്യാൻസറസ് ആണോ അവിടെ? ദ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് പറയുക. ഇറ്റ്സ് ദ നോൺ ക്യാൻസറസ് അല്ലേ? ഇറ്റ്സ് ദ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഇത് ഗ്രോത്ത് അല്ലേ? ഇറ്റ്സ് ദ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ദ ഗ്രോത്തിനെ വിളിക്കുന്ന പേരെന്താ? ദ ഫൈബ്രോയിഡ് എന്നും വിളിക്കാം. മറക്കരുത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ദ പാപ് സ്മിയർ എന്തിനു യൂസ് ചെയ്യും? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. ആൻസർ എന്തായിരിക്കും? ദ പാപ് സ്മിയർ എന്ത് യൂസ് ചെയ്യും? സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ദ പാപ് സ്മിയർ എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ ഓപ്ഷനും കണ്ടു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച്. ദ സിറം amylase is the diagnostic test used to assess the function of എന്തിന്റെ? സീറം amylase എന്തിനു ഉപയോഗിക്കുന്ന ടെസ്റ്റാ? സീറം amylase അത് പാങ്ക്രിയാസിന്റെ ആണോ സ്റ്റൊമക്ക് ആണോ? എല്ലാവരും പറഞ്ഞേ. സീറം amylase എവിടെ യൂസ് ചെയ്യും? സീറം amylase സ്റ്റൊമക്ക് ആണോ, പാങ്ക്രിയാസ് ആണോ, ഓർ ഇൻഡസ്റ്റൈൻ ആണോ, ഓർ ദ ഗാൽ ബ്ലാഡർ ആണോ? പറഞ്ഞേ amylase. എല്ലാവരും പറയണം. ദ പാങ്ക്രിയാസ് അല്ലേ? ദ പാങ്ക്രിയാസ് അല്ലേ? എങ്കിൽ ചോദിക്കാം. ദ പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് എൻസൈംസ് ഏതൊക്കെയാ? ദ പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ദ ടൈപ്സ് ഓഫ് എൻസൈംസ് ഏതൊക്കെയാ? ദ പാങ്ക്രിയാറ്റിക് amylase ഉണ്ടോ? ചോദ്യത്തിന് yes or no മാത്രം പറയുക. ദ പാങ്ക്രിയാറ്റിക് amylase ഉണ്ടോ? amylase ഉണ്ടല്ലോ. അത് ഫംഗ്ഷൻ എന്താ? ഈ പറയണം. ഈ പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ദ പാങ്ക്രിയാറ്റിക് amylase ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ. എന്താണ് ഈ ഫംഗ്ഷൻ? അത് എന്തിന്റെ ഡൈജഷൻ സഹായിക്കുന്നു? അത് എന്തിന്റെ ഡൈജഷന് സഹായിക്കുന്നു? ദ പ്രോട്ടീൻ ആണോ, ഓർ ദ കാർബോഹൈഡ്രേറ്റ് ആണോ, ഫാറ്റ് ആണോ, ലിപ്പിഡ് ആണോ? amylase ആർക്ക് പറയാം? ശരിയാണ്. നമ്മുടെ എന്താണ് സൗമ്യൊക്കെ പറഞ്ഞ പോലെ എന്താണ്? ഇറ്റ്സ് ദ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ. മറക്കരുത്. ഇറ്റ്സ് amylase എന്ന് പറയുമ്പോൾ, ദ പാങ്ക്രിയാറ്റിക് amylase എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ. മറക്കോ. പാങ്ക്രിയാറ്റിക് amylase ചോദിക്കുമ്പോൾ ഫംഗ്ഷൻ ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ.
അപ്പൊ ചോദിക്കും ദ പാൻക്രിയാറ്റിക് ദ ലിപ്പേസിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പൊ ഓർമ്മ വരണം, ദ പാൻക്രിയാറ്റിക് ദ ലിപ്പേസിന്റെ ഫംഗ്ഷൻ എന്താ? അത് എന്തിന്റെ ഡൈജസ്റ്റ് സഹായിക്കോടെ? ആ ഫാറ്റായ ഒരു പറഞ്ഞ പേരുണ്ട്, ദ ലിപ്പിഡ്സിനെ അല്ലേ? ദ ലിപ്പിഡ്സിനെ ലിപ്പിഡ് ലിപ്പിഡ്സ്. യെസ്, ഇത്രയും പഠിച്ചോ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ആരാ? ഇപ്പൊ പറയണം, ദ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ആരാ സഹായിക്കുന്നേ? ദ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അമൈലേസ് അല്ലേ? ആൻഡ് ദ ലിപ്പിഡ് ആണെങ്കിലോ? ദ ലിപ്പേസ് പേര് തന്നെ ഉണ്ട്, LL ലിപ്പിഡ്സ്. ഇനി ദ പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്ന ആൾക്കാരുടെ പേരറിയാമോ? എല്ലാവരും ദ ട്രിപ്സിൻ എന്നും ദ കൈമോട്രിപ്സിൻ എന്നും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും ദ ട്രിപ്സിൻ എന്നും ദ കൈമോട്രിപ്സിൻ എന്ന് കേട്ടിട്ടുണ്ടോ? അവൻ എന്തിനു സഹായിക്കും? ഇവർ രണ്ടുപേരും എന്തിനു സഹായിക്കും? ദ പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്ന രണ്ടുപേരാരാ? ദ ട്രിപ്സിനും ദ കൈമോട്രിപ്സിനും. ദ ട്രിപ്സിനും ദ കൈമോട്രിപ്സിനും സഹായിക്കാറുണ്ട്. ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും കിട്ടിയോ? ഇനി ഇതുപോലെ വരുന്ന ഒരു പേരോടെ ഉണ്ട്, ദ ലിംഗ്വൽ ലിപ്പേസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏതോ ഒരു ചോദ്യ പേപ്പറിൽ, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ദ ലിംഗ്വൽ ലിപ്പേസ് കേട്ടിട്ടുണ്ടോ? ആരാ സെക്രേറ്റ് ചെയ്യുന്നത്? ദ സലൈവറി ഗ്ലാൻഡ് ആണോ? ദ പാൻക്രിയാസ് ആണോ? ഓർ ദ ലിവർ ആണോ? ആരാടെ ദ ലിംഗ്വൽ ലിപ്പേസ് സെക്രേറ്റ് ചെയ്യുന്നത്? സലൈവറി ഗ്ലാൻഡ്. ഫംഗ്ഷൻ എന്താ? ദ ഫാറ്റിന്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്നതല്ലേ? ദ ലിംഗ്വൽ ലിപ്പേസ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ചോദിച്ചാൽ ദ ഫാറ്റിന്റെ അബ്സോർപ്ഷൻ പറയുന്നത് നമ്മളൊരു വാക്കുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ദ ഫാറ്റ് എമൽസിഫിക്കേഷൻ വാക്ക് കേട്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ചോദ്യ പേപ്പറിൽ ഈ പറഞ്ഞ ദ ഫാറ്റ് എമൽസിഫിക്കേഷൻ വാക്ക് അവിടെ ആലോചിക്കും, അയ്യോ എനിക്ക് ആ വാക്കിന്റെ മീനിങ് അറിഞ്ഞുകൂടാ. എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഫാറ്റ് എമൽസിഫിക്കേഷൻ, അതിന്റെ അർത്ഥം അങ്ങ് കിട്ടുന്നില്ല. അർത്ഥമാണ് എനിക്ക് കിട്ടാത്തത്. ആ അർത്ഥം അറിയായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് എഴുതിയേനെ എന്ന് കരുതിയിരിക്കും. ശരിയല്ലേ? ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇറ്റ്സ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് അല്ലെ? ഫാറ്റിന്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന ആളാരാ? ദ ലിംഗ്വൽ ലിപ്പേസ് എന്ന് വിളിക്കാം. ഇനി അപ്പൊ അതാണ് സെക്രേറ്റ് സലൈവറി ഗ്ലാൻഡ് അല്ലേ? അത് സലൈവറി ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യും. ഇനി എല്ലാവരും ഇപ്പോൾ നമ്മൾ ദ പാൻക്രിയാസിന്റെ കാര്യം പറഞ്ഞു, ദ പാൻക്രിയാസ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പറഞ്ഞു, ആൻഡ് സലൈവറി കാര്യം പറഞ്ഞു. സ്റ്റൊമക്ക് സെക്രേറ്റ് ചെയ്യാറുണ്ടോ? സ്റ്റൊമക്ക് എന്തെങ്കിലും സെക്രേറ്റ് ചെയ്യാറുണ്ടോ? അവിടെ രണ്ട് ഹോർമോൺ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ആസിഡ് അല്ല, ദ ഹോർമോൺ. രണ്ട് ഹോർമോണിന്റെ പേരാ ചോദിക്കുന്നത്. ആസിഡ് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ഞാൻ രണ്ട് ഹോർമോണിന്റെ പേര്? ഒന്ന് ഗ്യാസ്ട്രിനും ഉണ്ട്, രണ്ടാരാടെ? ഒന്ന് ഗ്യാസ്ട്രിൻ, രണ്ടാരാടെ? എൻഡ്രോഗ്യാസ്ട്രോൺ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? എൻഡ്രോഗ്യാസ്ട്രോൺ ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പം ഫസ്റ്റ് കാര്യമായ സ്റ്റൊമക്കിൽ രണ്ട് ഹോർമോണിന്റെ പേര് പറഞ്ഞു. അപ്പൊ അത് അറിയേണ്ട ഫസ്റ്റ് കാര്യം, ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ അവന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പേര് പറഞ്ഞു, HCl പറഞ്ഞു നമ്മുടെയാണെങ്കിലും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും HCl എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആ HClന്റെ പ്രൊഡക്ഷൻ, അത് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? ചോദ്യം വരും, സ്റ്റൊമക്കിൽ ആരാണ് HClന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ സ്റ്റൊമക്കിലുള്ള എന്താണ് HClന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആരെന്ന് ചോദിച്ചാൽ
ആരാ? ഗ്യാസ്ട്രിനല്ലേ? ഗ്യാസ്ട്രിനല്ലേ? അല്ല ഗ്യാസ്ട്രിൻ. ഇതേ ഗ്യാസ്ട്രിന് വേറെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇതേ ഗ്യാസ്ട്രിന് വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഇവൻ ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടാൻ സഹായിക്കോ? ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടാനും ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഇത് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി അവ കൂട്ടാൻ സഹായിക്കും. അപ്പൊ 3 ഫംഗ്ഷൻ. സ്റ്റൊമക്കിൽ 2 ഹോർമോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹോർമോണായ ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ അവന് 3 ഫംഗ്ഷൻ. കേരള പീസ് സ്ഥിരം ചോദിക്കുന്ന 3 ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഗ്യാസ് എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടും. അത് മാത്രം ആലോചിക്കോ? ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ അവൻ ഒന്നും കുറയ്ക്കുന്നില്ല, അവനെല്ലാം എന്താ കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ആലോചിച്ചോ? ഞാൻ പറഞ്ഞപ്പോ തന്നെ ആലോചിച്ചോ? ഇത് ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാം കൂട്ടും. എന്ത് കൂട്ടും? ഫസ്റ്റ് എന്ത് കൂട്ടും? HCl പ്രൊഡക്ഷൻ കൂട്ടും. സെക്കൻഡ് ഏതാ? ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടും. ആൻഡ് തേർഡ് ഏതാ? ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും. അപ്പൊ എല്ലാം കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? സ്റ്റൊമക്കിലുള്ള എല്ലാ ഫംഗ്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? കമന്റ് യുവർ ആൻസേഴ്സ്. സ്റ്റൊമക്കിൽ എല്ലാം കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? ഗ്യാസ്ട്രിൻ. ഇനി ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കും. സ്റ്റൊമക്കിൽ വച്ച് HCl പ്രൊഡക്ഷൻ അത് കുറയ്ക്കാനും ആൻഡ് ഗ്യാസ് സെക്രീഷൻ കുറയ്ക്കാനും ആൻഡ് ഗ്യാസ്ട്രിക് മോഡിൽ അത് കുറയ്ക്കാനും സഹായിക്കുന്ന ഹോർമോൺ ആരായിരിക്കും? ഒറ്റ ഉത്തരവേ ഉള്ളൂ. HCl പ്രൊഡക്ഷൻ കുറയ്ക്കാനും ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറയ്ക്കാനും ആൻഡ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കുറയ്ക്കാനും സഹായിക്കുന്ന ഒരുത്തനാണ് എൻഡറോഗ്യാസ്ട്രോൺ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? എൻഡറോഗ്യാസ്ട്രോൺ കേട്ടിട്ടുണ്ടോ? അപ്പൊ അവന്റെ ഫംഗ്ഷനിൽ ഇതെല്ലാം കുറയ്ക്കുന്ന ഹോർമോൺ ആരാ? എല്ലാം കുറയ്ക്കുന്ന എല്ലാരും പറയണം. എല്ലാം കുറയ്ക്കുന്ന ആളാരാ? എനിക്ക് എല്ലാവരും പേരറിയാം. എൻഡറോഗ്യാസ്ട്രോൺ അല്ലേ? എൻഡറോഗ്യാസ്ട്രോൺ എല്ലാം എന്താ കൂട്ടാൻ സഹായിക്കുന്ന ആരാ? എല്ലാം കൂട്ടാൻ സഹായിക്കുന്ന ആളാരാ? ഗ്യാസ്ട്രിക്. അപ്പൊ സ്റ്റൊമക്കിൽ ഹോർമോൺ ആയോ? ആയോ? യെസ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ വിളിക്കുന്ന പേരെന്താ? പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ വിളിക്കുന്ന പേരെന്താ? ഡിസ്മെനൂറിയ ആണോ? മെൻറോജി ആണോ? ഓർ വേറെ എന്തുണ്ട്? എല്ലാവരും പറഞ്ഞേ. എന്ത് വിളിക്കാം? പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ എന്ത് വിളിക്കാടെ? ഡിസ്മെനൂറിയ ആണോ? ആണ്. എല്ലാവരും ശരിയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാമോ? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ പറയട്ടെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കേരള പീസ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ വിളിക്കുന്ന പേരെന്താ? ഇത് മെനാർക്കെ അല്ലേ? ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ദ മെനാർക്കെ. അതിന്റെ അവസാനത്തെ ആരാ? അവസാനം ഇസ് മെനോപസ് അല്ലേ? ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ആണെങ്കിൽ അത് ഇസ് ദ മെനാർക്കെ എന്നും, ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ദ മെനാർക്കെ എന്നും, അവസാനത്തെ ആണെങ്കിൽ ഇസ് മെനോപസ് വിളിക്കുക അല്ലേ? അല്ല വിളിക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇസ് അബ്നോർമലുമായി ബന്ധപ്പെട്ടല്ലേ? ദ മെൻസ്ട്രുവൽ സൈക്കിളുമായി ബന്ധപ്പെട്ട ഇസ് അബ്നോർമാലിറ്റിയിൽ നിന്നല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ആലോചിച്ച് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇത് മെൻസ്ട്രുവേഷനിൽ നിന്നുള്ള അബ്നോർമാലിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ അറിയേണ്ട കാര്യം
ദ ഡിസ്മെനൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് വേറെ പേരുണ്ടോ? അവന് വേറെ പേരുണ്ടോ? നിങ്ങൾക്ക് അറിയാം, പേര് നിങ്ങൾക്ക് അറിയാം. എന്ത് പേരുണ്ട്? ആരെങ്കിലും എവിടെയെങ്കിലും ദ മെൻസുൽ ക്രാംസ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്രാംസ് 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 ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞേ. ആരെങ്കിലും എവിടെയെങ്കിലും ദ മെൻസുൽ ക്രാംസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ കേരള പി എസ് സിക്ക് ഇതുവരെ ഈ ഒരു പേര് ചോദിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ കഴിഞ്ഞ ESC എക്സാമിന് ഈ ഒരു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ദ മെൻസുൽ ക്രാംസ് അല്ലെങ്കിൽ ദ ഡിസ്മെനോറിയ? എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. ക്വസ്റ്റ്യൻ നമ്മളെല്ലാം പഠിക്കാം, ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കുകയല്ലോ. സോ പറഞ്ഞേ, ഏത് സംഭവം എന്താ? ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഡെയിലി ആക്ടിവിറ്റിയെ ബാധിക്കുന്ന ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ വിളിക്കുന്ന പേരെന്താ? നിങ്ങളെ എല്ലാവരുടെയും തന്നെ ദ ഡെയിലി ആക്ടിവിറ്റിയെ ബാധിക്കുന്ന ദ പെയിൻഫുൾ ദ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്മെനൂറിയ അല്ലേ? ഡിസ്മെനൂറിയ ഉണ്ട്. ആണോ? ആണ്. അത്ര ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്. There are 2 types of the dysmenorrhea ഉണ്ട്. ആർക്ക് പറയാം? അതിന്റെ പേര് കേട്ടിട്ടുണ്ടോ? പ്രധാനമായിട്ടും നമുക്ക് അവിടെ 2 തരത്തിലുള്ള ഈ പറഞ്ഞ ഡിസ്മെനോറിയ ഉണ്ട്. ഇത് പ്രൈമറി എന്നും സെക്കൻഡറി എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഏതെങ്കിലും ചോദ്യ പേപ്പറിൽ ദ പ്രൈമറി ഡിസ്മെനോറിയ എന്നും സെക്കൻഡറി ഡിസ്മെനോറിയ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇറ്റ്സ് പ്രൈമറി ഡിസ്മെനോറിയ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് സ്പാസ്മോഡിക് ഡിസ്മെനോറിയ കേട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? സ്പാസ്മോഡിക് ഡിസ്മെനോറിയ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചപ്പോ അന്ന് എല്ലാവരും കണ്ണുകളിയിരുന്നു. അവിടെ ഓർമ്മ വരുന്നില്ല. സ്പാസ്മോഡിക് എന്ന് പറയുമ്പോൾ അത് പ്രൈമറി ആണെന്ന് അന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയ ആൾക്കാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, ഇത് പ്രൈമറിയുടെ മറ്റൊരു പേരാണ് സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് വിളിക്കാം. സംഭവം എന്തായിരിക്കും? ഇത് ഉണ്ടാകുന്നത് ഏകദേശം ഒരു 19-20 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണ്. ഇത് ഉണ്ടാകുന്നത് ഒരു 19-20 വയസ്സിന് തകത്തുള്ള ആൾക്കാർക്കാണ്. ആർക്കും അറിയാടെ? ഇതൊന്നുകിൽ ഇത് മെനാർക്കയുടെ എന്താണ് ഇത് ബിഫോർ ആയിട്ടോ അല്ലെങ്കിൽ അറ്റ് ദ ടൈമിലായിട്ടോ ദ പെയിൻ ഉണ്ടായാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ഈ പറഞ്ഞ ദ മെനാർക്കയുടെ തൊട്ട് മുൻപേ ആയിട്ടോ അറ്റ് ദ ടൈമിലോ ദ പെയിൻ വന്നാൽ വിളിക്കുന്ന പേരെന്താ? ചോദ്യം ഉണ്ടായിരുന്നു. ഇത് ദ മെനാർക്കയുടെ തൊട്ട് മുൻപേ ആയിട്ടോ ഓർ അറ്റ് ദ ടൈമിലായിട്ടോ നല്ല പെയിൻ വന്നാൽ വിളിക്കുന്ന പേര് എന്ത് വിളിക്കാം? ഇത് പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് അല്ലേ? ഇത് പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. ഇനി ആഫ്റ്റർ ദ സം ഇയേഴ്സ് ഓഫ് ഈ പറഞ്ഞ മെനാർക്കയ്ക്ക് ശേഷം എന്താണ്, കുറെ വർഷങ്ങൾക്ക് ശേഷം ദ പെയിൻ വന്ന വിളിക്കുന്ന പേരെന്താ? ദ പെയിൻഫുൾ ദ മെൻസ്ട്രേഷൻ ആഫ്റ്റർ ദ സം ഇയേഴ്സ് ഓഫ് ദ മെനാർക്കി ഈസ് കാൾഡ് as സെക്കൻഡറി ഡിസ്മെനോറിയ അല്ലേ? സെക്കൻഡറി ഡിസ്മെനോറിയ. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം, അത് ഉണ്ടാകാനുള്ള കാരണം അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ PCOD ഉണ്ടോ? അവിടെ ഉണ്ടോ? ഈ കൂട്ടം ആർക്കെങ്കിലും ഉണ്ടോ? PCOD ഉണ്ടോ? PCOD ഇല്ല. അത് ഉണ്ടായിക്കൂടെ? അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിക്കൂടെ? അത് വന്നു കഴിഞ്ഞാൽ നല്ല പെയിൻഫുൾ ആയിരിക്കത്തില്ലേ? അത് വന്നു കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കത്തില്ല. PCOD അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, എൻഡോമെട്രിയോസിസ് വന്നൂടെ? ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടൊരു ഓപ്ഷൻ ആയിരുന്നു. എൻഡോമെട്രിയോസിസ്. അത് ഇവിടെ 3ാമത്തെ ചോദ്യം പഠിച്ചപ്പോൾ അവിടെ വന്നൂടെ? ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് വന്നാലും സെക്കൻഡറി ഡിസ്മെനോറിയ വരാം. ആൻഡ് യൂട്രൈൻ ദ ഫൈബ്രോയിഡ്സ് കാരണം വരാം, അതും വരാം. ആൻഡ് സെർവിക്കൽ സ്റ്റീനോസിസ് കാരണവും it is the secondary ഡിസ്മെനോറിയ ഉണ്ടാകാം. ക്ലിയർ? എല്ലാവർക്കും കിട്ടിയോ?
ഡിസ്മെനോറി കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോടെ? കിട്ടി കിട്ടി. അടുത്ത ഓപ്ഷൻ നോക്കിയാണേ. അടുത്ത ഓപ്ഷൻ നോക്കി. എന്താ ദ മെനറോജി എന്ന് പറഞ്ഞ എന്താ? എന്തായിരിക്കും ദ മെനറോജിയ? ആർക്ക് പറയാം? ആർക്ക് പറയാം? എന്തായിരിക്കും? ആലോചിച്ച് പറയുക. ആലോചിക്ക് സമയം തരുന്നുണ്ട്, ആലോചിച്ച് പറയുക. എന്തായിരിക്കും മെനറോജിയ? ശരിയാണ്, ശരിയാണ്. നിങ്ങൾ ഉത്തരം പറയണം. ശരിയാണ്. ഇസ് എക്സസീവ് ബ്ലീഡിങ് അല്ലേ? ഇസ് എക്സസീവ് ബ്ലീഡിങ് അല്ലേ? ഇസ് എക്സസീവ് ബ്ലീഡിങ് അല്ലേ? ആണ്. അത് എക്സസീവ് ബ്ലീഡിങ് വെറും എന്താ കുറച്ച് ദിവസമല്ല. is even the 7 days more than is more than 7 days വരെ more than 7 days വരെ നല്ല എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? is more than 7 days വരെ നല്ല എക്സസീവ് ആയിട്ട് ബ്ലീഡിങ് വന്ന വിളിക്കുന്ന പേര് ഇസ് മെനറോജിയ അല്ലെ? ദ മെനറോജിയ. ഇവന് ഒരു പേരോടെ ഉണ്ട്, ഒരു പേരോടെ ഉണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ദ ഹൈപ്പർ മെനറോജിയ ഉണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ദ ഹൈപ്പർ മെനറോജിയ ഉണ്ട്? ഉണ്ട്, അങ്ങനെ വിളിക്കുകയല്ലേ. സോ ഇസ് ദ മെനറോജിയ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇസ് ദ ഹൈപ്പർ മെനറോജിയ എന്ന് വിളിക്കാം. യെസ്. ഇനി ഇനി ഇതേ ബ്ലഡ് ഫ്ലോ ഇല്ലേ, ഈ പറഞ്ഞ അതേ ബ്ലഡ് ഫ്ലോ അത് ഒട്ടും ഇല്ല, ഇറ്റ്സ് വളരെ കുറച്ച് മാത്രം ഉണ്ടെങ്കിൽ എന്ത് വിളിക്കുകയാണ്? അവിടെ വളരെ സ്മാൾ എമൗണ്ടിൽ മാത്രം വരുന്നെങ്കിൽ എന്ത് വിളിക്കുക? ആർക്ക് പറയാം? ഈ പറഞ്ഞ ബ്ലീഡിംഗ് ഇല്ലേ, അത് വളരെ കുറച്ച്, വളരെ സ്മാൾ എമൗണ്ട് മാത്രമാണെങ്കിൽ എന്ത് വിളിക്കുകയാണ്? ആർക്ക് പറയും? എല്ലാവരും ദ ഹൈപ്പോ എന്ന് പറഞ്ഞു. അത് എല്ലാവരും ദ ഹൈപ്പോ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിങ്ങളെ തെറ്റ് പറ്റിക്കുന്ന ചോദ്യമുണ്ട്. പറഞ്ഞു തരട്ടെ. അവിടെ നിങ്ങളെ എപ്പോഴും കേരള PC ആയാലും ഏത് എക്സാം ആയാലും ഒരു തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞിരട്ടെ, പറഞ്ഞിരട്ടെ. ആ ഈ പറഞ്ഞ സൈക്കിളില്ലേ, ദ സൈക്കിൾ ഒരു 35 ഡേയ്സിന് മുകളിൽ വരുന്നു. ദ സൈക്കിൾ 35 ഡേയ്സിന് മുകളിലോട്ട് വന്നിട്ടും പക്ഷെ അവിടെ ഈ പറഞ്ഞ ദ ബ്ലഡിന്റെ എമൗണ്ട് വളരെ കുറച്ചായാലും വിളിക്കാം. ദ സൈക്കിൾ ഒരു 35 ഡേയ്സിന് മുകളിലായിട്ട് വരികയും പക്ഷേ ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് വളരെ കുറവാണ് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ആരെങ്കിലും എവിടെയെങ്കിലും ഇത് ഒളിഗോ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും പഠിച്ചപ്പോൾ ഒളിഗോ മെനറോജിയ, ഒളിഗോ മെനറോജിയ. ദ സൈക്കിൾ ഒരു 35 ഡേയ്സിന് മുകളിലാണ്. ആലോചിക്കേണ്ട കാര്യം, സൈക്കിൾ ഒരു 35 ഡേയ്സിന് മുകളിലാണ്. പക്ഷേ അവിടെ വരുന്ന ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് വളരെ കുറവാണെങ്കിൽ എന്ത് വിളിക്കാം? ഒളിഗോ മെനറോജിയ ആണോടെ? ആണോ 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 ആണോ? ആണ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, ഇനി നിങ്ങളെല്ലാം പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ദ ഹൈപ്പോ മെനറോജ് ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? എല്ലാവരും ദ ഹൈപ്പോ മെനറോജ് എന്നൊരു കാര്യം എല്ലാവരും പറഞ്ഞു. അത് ശരിക്കും എന്തായിരിക്കും? എന്തായിരിക്കും? റെഗുലർ ദ സൈക്കിളിന്റെ ഇടയിലാണോ? എന്റെ ചോദ്യം, റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ വരുമ്പോൾ എന്താ ഈ പറഞ്ഞ 28 ഡേയ്സ് ആണെങ്കിൽ ആ പറഞ്ഞ ദ റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ ആ വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ വിളിക്കുന്ന പേരെന്താ? ദ റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ 28 ഡേയ്സ് ആണെങ്കിൽ ആ 28 ഡേയ്സിനകത്ത് എത്തുമ്പോൾ ആ പറഞ്ഞത് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞാൽ വിളിക്കുന്ന പേര് ഹൈപ്പോ. ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യം, അവിടെ ദ സൈക്കിൾ റെഗുലർ ആണെങ്കിൽ എന്ത് വിളിക്കാം? ദ സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ എന്ത് വിളിക്കാം? രണ്ട് ചോദ്യം. ദ സൈക്കിൾ റെഗുലർ ആയിട്ട് വരികയും ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞാൽ വിളിക്കുന്ന പേരെന്താ? ദ സൈക്കിൾ റെഗുലർ ആണ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞാൽ വിളിക്കുന്ന പേര് ഇത് ഹൈപ്പോമെനറോജിയ. ഹൈപ്പോമെനറോജിയ. ആലോചിച്ച് നോക്കുക.
ആലോചിച്ച് നോക്കുക. സൈക്കിൾ റെഗുലർ ആണ്. സൈക്കിൾ റെഗുലറും ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞാൽ എന്ത് വിളിക്കാം? ഹൈപ്പോ എന്നും. ഹൈപ്പോ എന്നും. ഇനി സൈക്കിൾ വളരെ പ്രൊലോങ്ഡ് സൈക്കിൾ ആണ്. സൈക്കിൾ പ്രൊലോങ്ഡ് സൈക്കിൾ ആണ്. ഇറ്റ്സ് മോർ ദാൻ 35 ഡേയ്സിന് മുകളിലാണ്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞിരുന്നാൽ എന്ത് വിളിക്കാം? ദ സൈക്കിൾ അത് പ്രൊലോങ്ഡ് സൈക്കിൾ ആണ്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ഒളിഗോമെനറോസിയ. കിട്ടിയോ? ഇത് ആർക്കും അറിഞ്ഞൂടായിരുന്നു? സത്യം പറയും, ഇതുവരെ ഈ കാര്യം അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? സത്യം പറയണം. ഈ രണ്ട് കാര്യം എപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്ന വാക്ക് എന്നറിയാമോ? അവിടെ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദ സൈക്കിൾ എന്ന കാര്യമല്ലേ. ഈ കാര്യത്തിൽ സൈക്കിൾ എന്ന വാക്ക് വിട്ടുപോകും. ശരിയല്ലേ? ദ സൈക്കിൾ എന്ന വാക്ക് വിട്ടുപോകുമ്പോഴാണ് ഇവർ തെറ്റിപ്പറ്റി പോകുന്നത്. ശരിയല്ലേ? അവിടെ തെറ്റി വരാൻ കാരണം നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ദ സൈക്കിൾ കാര്യം വിട്ടുപോകും. അവിടെ ആലോചിക്കേണ്ട കാര്യം ദ സൈക്കിൾ റെഗുലർ ആണ്. പക്ഷെ ദ സൈക്കിൾ റെഗുലർ ആയാലും പക്ഷെ ഈ വരുന്ന ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് വളരെ കുറവായെന്ന് വിളിക്കാം. ഉത്തരം പറഞ്ഞേ. ദ സൈക്കിൾ റെഗുലർ ആണ്. പക്ഷെ ഈ വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞ എന്ത് വിളിക്കാം? ദ ഹൈപ്പോ. ഇനി ദ സൈക്കിൾ റെഗുലർ അല്ല, സൈക്കിൾ വളരെ കൂടുതലാണ്, ഇത് പ്രൊലോങ്ഡ് സൈക്കിൾ ആണ്. പക്ഷേ ദ ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞത് വിളിക്കാം ഒളിഗോ. ഒളിഗോ അത്രേ ഉള്ളൂ. പഠിക്കും നമ്മൾ. എന്താ തിയറി ഇല്ലേ? ഇനി വരാൻ പോകുന്ന എന്താണ് വരാൻ പോകുന്നത് സെക്ഷൻസിൽ തിയറി പഠിക്കുമ്പോൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി പഠിക്കും. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യമേ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അടുത്ത ചോദിക്കട്ടെ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഗുലർ ദ മെൻസസിന്റെ ഇടയിൽ വരുന്ന ദ ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ദ ബ്ലീഡിങ് ബിറ്റ്വീൻ ദ റെഗുലർ മെൻസസ് ഇസ് കാൾഡ് as എന്ത് വിളിക്കാം? പറഞ്ഞേ. ദ ബ്ലീഡിങ് ബിറ്റ്വീൻ റെഗുലർ മെൻസസ്, ദ റെഗുലർ മെൻസസ് ഇടയിൽ വരുന്ന ദ ബ്ലീഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ഇസ് മെട്രോജിയ ആണോ? ദ മെട്രോജിയ ആണ്. മെട്രോജിയ ആണോടെ? ആണ്. ശരിയല്ലേ? ദ ബ്ലീഡിങ് ബിറ്റ്വീൻ ദ റെഗുലർ മെൻസസിന് ഇടയിലുള്ള ബ്ലീഡിങ്ങിനെ വിളിക്കുന്നത് മെട്രോജിയ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇസ് ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് ഇടയിൽ വരുന്ന എക്സസീവിനെ വിളിക്കുന്ന പേരെന്താ? ഇന്റർ ദ മെൻസ്ട്രൽ ബ്ലീഡിങ് വിളിക്കുന്ന പേരെന്താ? നല്ല എക്സസീവ് ആയിട്ടുള്ള ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് വിളിക്കുന്ന പേരെന്താ? ആരെങ്കിലും എവിടെയെങ്കിലും മെനോമെട്രോജിയ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ മെനോമെട്രോജിയ നല്ല എക്സസീവ് ആണ്, പക്ഷെ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിരിക്കും അല്ലേ? നല്ല എക്സസീവ് ആണ്, പക്ഷേ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ചോദ്യം. ആബ്സെൻസ് ആണ് ഇത് വിളിക്കുകയാണെ. ആബ്സെൻസ് ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ ഓർ ദ മെൻസ്ട്രുവേഷൻ. ആബ്സെൻസ് ആണെങ്കിൽ അമിനോറിയ അല്ലേ? അമിനോറിയ. എല്ലാരും പറയാം. എനിക്ക് നിങ്ങൾ എല്ലാവരും പാസ്സാവട്ടെ. പറഞ്ഞു അമിനോറിയ അല്ലേ? അമിനോറിയ. ഈ അമിനോറിയ എത്ര ടൈപ്പ് ഉണ്ട്? ഈ പറഞ്ഞ അമിനോറിയ എത്ര ടൈപ്സ് ഓഫ് അമിനോറിയ ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അവിടെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതിന് മുമ്പായിട്ടൊരു ചോദ്യമുണ്ട്. ശരിയാ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ആണോ ശരിക്കുള്ള ക്ലാസിഫിക്കേഷൻ? എനിക്ക് അറിയേണ്ട ചോദ്യം, ഈ പറഞ്ഞ അമിനോറിയയുടെ ദ ടൈപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ആണോ ശരിക്കുമുള്ള ക്ലാസിഫിക്കേഷൻ? അല്ല. ദ ഫിസിയോളജിക്കൽ അമിനോറിയയും ആൻഡ് ദ പെത്തോളജിക്കൽ അമിനോറിയം കേട്ടിട്ടുണ്ടോ? ദ ഫിസിയോളജിക്കൽ അമിനോറിയം ആൻഡ് ദ പെത്തോളജിക്കൽ അമിനോറിയം. അങ്ങനെയുള്ള 2 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. നിങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ശരിയാണോ? ആലോചിച്ച് നോക്കിയേ. ദ ഫിസിയോളജിക്കൽ അമിനോറിയം ഉണ്ട് ആൻഡ് ദ പെത്തോളജിക്കൽ അമിനോറിയം ഉണ്ട്. ഈ ഫിസിയോളജിക്കൽ അമിനോറിയക്ക് അകത്തുള്ള കാര്യങ്ങളല്ലേ ദ പ്രൈമറി സെക്കൻഡറി? ആലോചിച്ച് പറയാ.
ദ ഫിസിയോളജിക്കൽ അമിനോറിയുടെ അകത്ത് വരുന്ന കാര്യമല്ലേ പ്രൈമറി അമിനോറിയ, സെക്കൻഡറി അമിനോറിയ? ആലോചിച്ച് പറയുക. എസ് ഓർണോ? എസ് ഓർണോ? അതെ അല്ലേ? അല്ലേ? ആലോചിച്ച് പറയാ അല്ലേ? ആണ്. മറക്കരുത്. നിങ്ങൾ എല്ലാവരും എന്താണ് അമിനോറി എന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ അവിടെ ചാടിക്കേറി എന്താണ് അത് ദ പ്രൈമറി സെക്കൻഡറി എന്ന് പറയരുത്. ആലോചിക്കുന്നുണ്ടോ? ഈ അമിനോറി എന്ന് കേൾക്കുമ്പോൾ 2 ടൈപ്സ് എന്നറിയാം. അതും കണ്ടുകൊണ്ട് ചാടിക്കേറി എന്താണ് പ്രൈമറി സെക്കൻഡറി എന്ന് പറയരുത്. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താ വരുന്നത്? ഫിസിയോളജിക്കലും ആൻഡ് ദ പെത്തോളജിക്കലും. പറഞ്ഞതിന്റെ പേര് പറഞ്ഞേ. ഫിസിയോളജിക്കലും ആൻഡ് ദ പെത്തോളജിക്കലും. ഫിസിയോളജിക്കലും ഉണ്ട്, പെത്തോളജിക്കലും ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ അകത്താണ് എന്തൊക്കെ വരുന്നത്? പ്രൈമറി എന്നും സെക്കൻഡറി എന്നും വരുന്നത്. ഇസ് എ ക്ലിയർ? ഞാൻ നിങ്ങൾ പറഞ്ഞ് തെറ്റിക്കുന്ന കാര്യം പറഞ്ഞു, ശരിയല്ലേ? ഞാനിത് പറഞ്ഞിട്ട് ഓർമ്മിക്കുകയായിരുന്നു. കാരണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യം ഇത് പ്രൈമറി സെക്കൻഡറി. അതങ്ങ് ശീലിച്ചു അല്ലേ? അതങ്ങ് ശീലിച്ചു അല്ലേ? നമ്മൾ എന്ത് പഠിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യം ഈ പറഞ്ഞ പ്രൈമറി സെക്കൻഡറി അല്ലേ? നമ്മൾ എന്ത് പഠിച്ചാലും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യം ആ 2 ടൈപ്പ് ഉണ്ടെങ്കിൽ അത് പ്രൈമറി സെക്കൻഡറി ആയിരിക്കും. ആണോ അല്ലയോ? എന്ത് പഠിച്ചാലും ഫസ്റ്റ് വരുന്ന കാര്യം അത് പ്രൈമറി സെക്കൻഡറി ആയിരിക്കും എന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എത്തുമ്പോൾ 2 ടൈപ്സ് ഓഫ് അമിനോറിയ, ഫിസിയോളജിക്കൽ ആൻഡ് ദ പെത്തോളജിക്കൽ. ആ ഫിസിയോളജിക്കലിനകത്താണ് പ്രൈമറി എന്നും ആൻഡ് സെക്കൻഡറി എന്നും ഉള്ളത്. ഇതിൽ പ്രൈമറി എന്ന് പറഞ്ഞ എന്തായിരിക്കണേ? ആബ്സൻസ് ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ ഇസ് ബിഫോർ ദ പ്യൂബർട്ടി ആണോ? ആലോചിച്ച് പറയുക. ഇസ് ആബ്സെൻസ് ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ ഇസ് ബിഫോർ ദ പ്യൂബർട്ടി ആണോ? ആണോ ഇത് പ്രൈമറി എന്ന് പറയുന്നത്? ആലോചിച്ച് പറയുക. ഒരു ഒരു 16-17 വയസ്സായിട്ടും ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ആകാത്തല്ലേ? പറയട്ടെ പറയട്ടെ പറയട്ടെ. ഒരു 16-17 വയസ്സൊക്കെ ആയിട്ടും ഇത് പറഞ്ഞ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആകാത്ത ടൈപ്പല്ലേ ഇത് പ്രൈമറി എന്ന് പറയുന്നതാണോ? അവിടെ ആലോചിച്ച് പറയുക. ഉത്തരം കിട്ടുന്നില്ല. ആലോചിച്ച് പറയുക. ഒരു 16-17 വയസ്സായിട്ടും ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആകാത്തതാണോ? ആണോ? ആലോചിച്ച് പറ. ആണോടെ? ആണോ? എല്ലാവരും പറയട്ടെ. ഒരു 16-17 വയസ്സായിട്ടും ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇതൊരാവുന്നില്ല. ആ അതല്ലേ ആബ്സെൻസ് ഓഫ് ദ മെൻസ്ട്രൽ ഫ്ലോ ഇസ് ദ ബിഫോർ ദ പ്യൂബർട്ടി. മുമ്പായിട്ട് ആബ്സെന്റ് ആണ് എന്ന് വിളിക്കാം. അത് പ്രൈമറി എന്ന് വിളിക്കുക അല്ലേ? അത് വിളിച്ചൂടെ? വിളിക്കാം. ഇനി പറഞ്ഞ മെനാർക്കയ്ക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആബ്സെന്റ് ആയിപ്പോയെന്ന് വിളിക്കാം. മെനാർക്കയ്ക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആയത് വിളിക്കാം ദ സെക്കൻഡറി അമിനോറിയ അല്ലേ? ദ സെക്കൻഡറി അല്ലേ? 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 അത് മിക്കവാറും കാണുന്നത് ഈ പറഞ്ഞ പ്രഗ്നൻസി ഇല്ലേ? ഈ പറഞ്ഞ പ്രഗ്നൻസിൽ മിക്കവാറും കാണുന്നത് കേട്ടോ. യെസ്, ഇത്രയും ക്ലിയർ ആയോടെ? ഈ ക്വസ്റ്റ്യൻ കുട്ടി കിട്ടിയോടെ? ഈ ഒരു ക്വസ്റ്റ്യനെ കുട്ടി കിട്ടിയോടെ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാരും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചെല്ലാരും? ക്വസ്റ്റ്യൻ വായിച്ചേ. The natural method of family planning among the following. ഈ താഴെ പറയുന്നവയിൽ ദ ഫാമിലി പ്ലാനിങ്ങിന്റെ ദ നാച്ചുറൽ മെത്തേഡ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ദ കോണ്ടം ആണോ, ഓർ ദ കലണ്ടർ മെത്തേഡ് ആണോ, ഓർ ദ പ്രോപ്പർട്ടി ആണോ, ഓർ ദ കോണ്ടം? എന്തായിരിക്കും അവിടെ? ആർക്ക് പറയാം? ഏറ്റവും ദ നാച്ചുറൽ മെത്തേഡ് ഓഫ് ദ ഫാമിലി പ്ലാനിങ് അത് ദ കോണ്ടം ആണോ, ഓർ ദ പ്രോപ്പർട്ടി ആണോ, സർവീസുകൾ ജെല്ലി ആണോ, ഓർ ദ കാലണ്ടർ മെത്തേഡ് ആണോ? എല്ലാവരും പറയണം. എല്ലാവരും പറയണം. ആൻസർ പ്ലീസ്. ആൻസർ പറയണം. ഇത് കലണ്ടർ മെത്തേഡ് അല്ലേ?
ഇത് കലണ്ടർ മെത്തേഡ് അല്ലേ? കലണ്ടർ മെത്തേഡ് അല്ലേ? ആണ് ആണ് ആണ്. അപ്പൊ അറിയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം പറഞ്ഞു തരാറുണ്ട്. ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എത്രയുണ്ട്? ആർക്ക് പറയാം? ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയുണ്ട്? സ്പേസിംഗ് മെത്തേഡ് എന്ന് കേട്ടോ ആരെങ്കിലും? സ്പേസിംഗ് മെത്തേഡ്, സ്പേസിംഗ് മെത്തേഡ്, സ്പേസിംഗ് മെത്തേഡ് കേട്ടിട്ടുണ്ട്. ആൻഡ് ദ ടെർമിനൽ മെത്തേഡ് ഉണ്ടോ? ദ ടെർമിനൽ മെത്തേഡ്, ദ ടെർമിനൽ മെത്തേഡ് കേട്ടിട്ടുണ്ടോ? രണ്ടുപേര് കേട്ടിട്ടുണ്ടോ? സ്പേസിംഗ് മെത്തേഡ് എന്നും ആൻഡ് ദ ടെർമിനൽ മെത്തേഡ് എന്നും കേട്ടിട്ടുണ്ടല്ലോ. ആ രണ്ട് ടൈപ്സ് അല്ലേ ഇത്? അല്ലെ, ദ കോൺട്രാസെപ്റ്റീവ് ദ മെത്തേഡ്സിന്റെ രണ്ട് ടൈപ്സ് ഏതൊക്കെയാ? ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ആ രണ്ട് ടൈപ്സ് ഏതൊക്കെയാ? സ്പേസിംഗ് മെത്തേഡും ഉണ്ട് ആൻഡ് ദ ടെർമിനൽ മെത്തേഡും ഉണ്ട്. ചോദ്യം, ദ ഫീമെയിൽ സ്റ്റെറിലൈസേഷനും ആൻഡ് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ വരുന്നത് സ്പേസിംഗ് മെത്തേഡിലാണോ ഓർ ദ ടെർമിനൽ മെത്തേഡിലാണോ? ദ ഫീമെയിൽ സ്റ്റെറിലൈസേഷനും ആൻഡ് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ വരുന്നത് ദ ടെർമിനൽ മെത്തേഡിലാണോ ഓർ ദ സ്പേസിംഗ് മെത്തേഡിലാണോ? ആൻസർ എല്ലാവരും പറയണം. എല്ലാവരും ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ രണ്ടും വരുന്നത് എവിടെയാ? സ്പേസിംഗ് മെത്തേഡിലാണോ ഓർ ദ ടെർമിനൽ മെത്തേഡിലാണോ? ദ ടെർമിനൽ മെത്തേഡ് അല്ലേ? ദ ടെർമിനൽ മെത്തേഡ് അല്ലേ? അല്ലേ? ആണ്. ഇനി ഇൻട്രായൂട്രിൻ ഡിവൈസസ് വരുന്നത് സ്പേസിംഗ് മെത്തേഡിലാണോ ഓർ ദ ടെർമിനൽ മെത്തേഡിലാണോ? ഇൻട്രായൂട്രിൻ ഡിവൈസസ് വരുന്നത്, ഞാൻ പറയുന്ന എല്ലാ ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ ഞാൻ ആദ്യം ചോദ്യം പഠിപ്പിക്കുകയാണ്. പറയണം, സ്പേസിംഗ് മെത്തേഡ് അല്ലേ? അല്ലേ? ആണ്. പറ. സ്പേസിംഗ് മെത്തേഡ് എത്ര ടൈപ്പ് ഉണ്ട്? സ്പേസിംഗ് മെത്തേഡ് എത്ര ടൈപ്പ് ഉണ്ട്? ആരെങ്കിലും ഇത് ബാരിയർ മെത്തേഡ് ഉണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും സ്പേസിംഗ് മെത്തേഡ് ടൈപ്പായ ദ ബാരിയർ മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും സ്പേസിംഗ് മെത്തേഡിന്റെ ടൈപ്പായ ബാരിയർ മെത്തേഡ് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ എല്ലാവരും കോണ്ടം എന്ന വാക്ക് കേൾക്കുന്നത്. ശരിയല്ലേ? ഇത് ബാരിയർ മെത്തേഡ്, സ്പേസിംഗ് മെത്തേഡിനകത്തുള്ള ബാരിയർ മെത്തേഡിലാണ് എപ്പോഴും ദ കോണ്ടം വരും. ആൻഡ് ദ ഡയഫ്രം കേട്ടിട്ടുണ്ടോ? ആൻഡ് ദ ഡയഫ്രം കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. മറക്കരുത്, നമ്മുടെ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് മെത്തേഡിനകത്ത്, സ്പേസിംഗ് മെത്തേഡിനകത്താണ് ഈ ഓപ്ഷനില് ദ കോണ്ടംസ് വരുന്നത്. മറക്കരുത്, ദ കോണ്ടംസും ആൻഡ് ദ ഡയഫ്രം വരുന്നത് ഇത് ബാരിയർ മെത്തേഡിനകത്താണ്. ഇനി ഇത് കോപ്പർട്ടി എവിടെ വരും? ആർക്ക് പറയാം? ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനായി ഇത് കോണ്ടത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ദ കോപ്പർട്ടി എവിടെ വരും? ഈ പറഞ്ഞ ദ ബാരിയറിനകത്താണോ? ആണോ? ഇത് ബാരിയറിനകത്താണോ ഓർ ഇൻട്രായൂട്രൈൻ ഡിവൈസസിലാണോ? ഇൻട്രായൂട്രൈൻ ഡിവൈസസിലാണോ? ദ ബാരിയർ മെത്തേഡിലാണോ? എവിടെയാടെ? ഇൻട്രായൂട്രൈൻ ഡിവൈസിലല്ലേ? ഇൻട്രായൂട്രൈൻ ഡിവൈസ് പറയടെ ചെറുപറ പറയടെ. ഇൻട്രായൂട്രൈൻ ഡിവൈസസിനകത്തല്ലേ ഈ ഒരു ഓപ്ഷനിലുള്ള കോപ്പർട്ടി കാണുന്നത്? സോ നോക്കാം, എത്ര ടൈപ്സ് ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉണ്ട്? എത്ര ഉണ്ടായിരിക്കും? എല്ലാവരും ദ ഫസ്റ്റ് ജനറേഷൻ, ദ സെക്കൻഡ് ജനറേഷൻ ആൻഡ് ദ തേർഡ് ജനറേഷൻ കേട്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ദ ഫസ്റ്റ് ജനറേഷൻ IUD, ദ സെക്കൻഡ് ജനറേഷൻ IUD ആൻഡ് ദ തേർഡ് ജനറേഷൻ IUD ഉണ്ടോടെ? കണ്ടിട്ടുണ്ട്. ഉണ്ട്. സോ നോക്കാം. നോക്കുമ്പോ വീണ്ടും ചോദിക്കുകയാണ്, ഇത് കോണ്ടം എവിടെ വരും? ദ കോണ്ടം വരുന്ന ദ മെത്തേഡ് ഏതാ? ദ കോണ്ടം ആൻഡ് ദ ഡയഫ്രം വരുന്ന മെത്തേഡ് ഏതാ? ഇത് ബാരിയർ മെത്തേഡ് അല്ലേ?
ബാരിയർ മെത്തേഡ് അല്ലേ? പറയടേ എല്ലാരും പറയടേ. കോണ്ടം വരുന്നത് എവിടെയാ? ദ കോണ്ടം ആൻഡ് ദ ഡയഫ്രം വരുന്നത് എവിടെയാ? ബാരിയറിനകത്ത്. ഇനി ഈ പറഞ്ഞ ബാരിയർ മെത്തേഡ് അത് ഏത് ടൈപ്പാ? ഇനി പറഞ്ഞു തന്ന ഇത് ബാരിയർ മെത്തേഡ് അത് ഏതിന്റെ ടൈപ്പാ? സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? സ്പേസിംഗ് ആണോ ടെർമിനലാണോ? സ്പേസിംഗ് ശരിയല്ലേ? ആ യെസ്. ആൻഡ് ഇൻട്രായൂട്രിൻ ദ ഡിവൈസസ് വരുന്നത് സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? ഞാൻ പല രീതി ചോദിക്കും. ഇൻട്രായൂട്രിൻ ഡിവൈസസ് വരുന്നത് സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? സ്പേസിംഗിനകത്താണ്. ആരെങ്കിലും ഈ ദ ഹോർമോണൽ മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ദ ഹോർമോണൽ മെത്തേഡ് കേട്ടിട്ടുണ്ടോ? അത് വരുന്നത് എവിടെയാ? സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? ദ ഹോർമോണൽ മെത്തേഡ് വരുന്നത് സ്പേസിംഗ് ആണോ ഓർ ദ ടെർമിനലാണോ? സ്പേസിംഗ്. ആ ഇനി ആരെങ്കിലും ദ പോസ്റ്റ് കൺസെപ്ഷൽ മെത്തേഡ് ഉണ്ടോ? ദ പോസ്റ്റ് കൺസെപ്ഷൽ മെത്തേഡ് അത് വരുന്ന എവിടെയാ? സ്പേസിംഗ്. സോ അറിയേണ്ട കാര്യം ടെർമിനൽ മെത്തേഡിനകത്ത് വരുന്ന രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ഇസ് ദ മെയിൽ സ്റ്റെറിലൈസേഷനും ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. രണ്ട് കാര്യം മാത്രമേ എപ്പോഴും എന്താണ് അവസാനം ടെർമിനൽ മെത്തേഡിൽ വരുന്നത് രണ്ടെണ്ണം മാത്രം. ഈ ബാക്കി സ്പേസിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് മൊത്തം നാലെണ്ണത്തിന്റെ പേരേതൊക്കെയാ? ഫസ്റ്റ് ദ ബാരിയർ മെത്തേഡായ ദ കോണ്ടം ഡയഫ്രം ആൻഡ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് കുറെ ഉണ്ട് പഠിപ്പിക്കും. ആൻഡ് ഹോർമോൺ മെത്തേഡ് പഠിക്കാനുണ്ട്. ആൻഡ് പോസ്റ്റ് കൺസെപ്ഷൻ മെത്തേഡ്. 4 മെത്തേഡ് വരുന്നത് എവിടെയാ? സ്പേസിങ്ങിനകത്താണ്. ഇത്രയും ക്ലിയർ ആയ? യെസ്. കിട്ടിയോടെ കിട്ടി. ഇതിൽ തന്നെ ഇൻട്രായൂട്രൈൻ ദ ഡിവൈസസിനകത്ത് തന്നെ ദ ഫസ്റ്റ് ടൈപ്പ് ആയിരുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം പറയുന്നത്, ഏറ്റവും ആദ്യമായിട്ട് ദ നോൺ മെഡിക്കേറ്റഡ് ദ ഡിവൈസസ് യൂസ് ചെയ്തത് ഫസ്റ്റ് ജനറേഷൻ ആണോ ദ സെക്കൻഡ് ജനറേഷൻ ആണോ? ഇറ്റ്സ് ദ നോൺ ദ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദ പോളി എത്തിലീൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻട്രായൂട്രൈൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ജനറേഷൻ ആണോ സെക്കൻഡ് ജനറേഷൻ ആണോ ഓർ ദ തേർഡ് ആണോ? ദ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദ പോളി എത്തിലീൻ കൊണ്ടുള്ള അല്ലെങ്കിൽ ദ പോളിമെർ കൊണ്ടുള്ള കുറെ ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിന് പേരറിയാം. ലിപ്പിസ് ലൂപ്പ് വരുന്നത് എവിടെയാ? ആ ചോദ്യമാണ് കേരള PSC സ്ഥിരം ചോദിക്കുന്നത്. ലിപ്പിസ് ലൂപ്പ് വരുന്ന ഫസ്റ്റ് ജനറേഷൻ ആണോ സെക്കൻഡ് ജനറേഷൻ ആണോ ഓർ തേർഡ് ജനറേഷൻ ആണോ ഫോർത്ത് ആണോ? ഫസ്റ്റ് ജനറേഷൻ. ലിപ്പിസ് ലൂപ്പ് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ആൻഡ് കോയിൽസ് കുറെ പഠിക്കും അല്ലേ? ഈ ഇതേ ലിപ്പിസ് ലൂപ്പിലുള്ള ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താ? അതും ചോദ്യമുണ്ട്. എന്ത് ഷേപ്പാ? അതെന്ത് ഷേപ്പ് ഡിവൈസാ? ഫസ്റ്റ് ജനറേഷനിലുള്ള ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താ? ഡബിൾ എസ് ഷേപ്പ് ആണോ? ചോദ്യം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ഒരു ചോദ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡബിൾ എസ് ഷേപ്പ് ഉണ്ട്. ചോദ്യം കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡബിൾ എസ് ഷേപ്പ് ഉള്ള ആ ഡിവൈസിന്റെ പേരെന്താ? ലിപ്പിസ് ലൂപ്പ് അല്ലേ? ആണ്. ഇനി ഫസ്റ്റ് ജനറേഷൻ ആയി. അത് ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ ആണ് എന്ത് ഓർമ്മിക്കും? ഫസ്റ്റ് ജനറേഷൻ എന്ത് ഓർമ്മിക്കും? ദ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോളി എത്തിലീൻ അല്ലെങ്കിൽ ദ പോളിമെർ കൊണ്ടുള്ള ദ ഡിവൈസസ് ആണ് എപ്പോൾ ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ജനറേഷനിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന എന്ത് വാക്കാടെ? കോപ്പർ ടി അല്ലേ? ദ സെക്കൻഡ് ജനറേഷൻ ഇൻട്രായൂട്രൈൻ ഡിവൈസസിലാണ് ദ കോപ്പർ ടി വരുന്നത്. കോപ്പർ ടി. അവ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരിക്കും എല്ലാവരും കോപ്പർ ടി 220C എന്ന ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരിക്കും
ആരെങ്കിലും എവിടെയെങ്കിലും ദ കോപ്പർട്ടി 220C, ദ കോപ്പർട്ടി 380A ഓർ ദ നോവ ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓർ ദ നോവ ടി ഓർ ദ നോവ ടി 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 കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ദ സെക്കൻഡ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുള്ള കോപ്പർട്ടിയുടെ പേര് ഏതൊക്കെയാ ചോദ്യം വരും. എന്തൊക്കെ പേരുണ്ട് പറയണം, പറയണം എന്തൊക്കെയുണ്ട് പേര്? പറയണേ. കോപ്പർട്ടി ഏതാ? 220C ഉണ്ട്. വേറെ 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 കോപ്പർട്ടി വേറെ ഷറ പറഞ്ഞേ. 380A ഉണ്ടല്ലോ, 380A ഉണ്ട്. വേറെ 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 പേര് പറഞ്ഞേ. നോവാറ്റി കണ്ടിട്ടുണ്ടോ? നോവാറ്റി. അപ്പൊ ഇത്രയും വരുന്ന എവിടെയാ? ദ സെക്കൻഡ് ജനറേഷൻ വരുന്നല്ലേ. ഇത്രയും വരുന്ന എവിടെ? ദ സെക്കൻഡ് ജനറേഷൻ വരുന്നത്. ഇനി ഏറ്റവും അവസാനം വന്ന ദ തേർഡ് ജനറേഷൻ എന്തൊക്കെ യൂസ് ചെയ്യും? ഏറ്റവും അവസാനമായ ദ തേർഡ് ജനറേഷൻ എന്ത് യൂസ് ചെയ്യും? ഹോർമോൺ ബേസ് ഉള്ള ഹോർമോൺ പ്രിൻസിപ്പിൾസ്, ഹോർമോൺ ബേസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യണം. എപ്പോഴും ദ തേർഡ് ജനറേഷൻ IUD വരുന്നത് അവിടെ എപ്പോഴും കൂടുതലായിട്ട് യൂസ് ചെയ്ത ദ പ്രൊജസ്ട്രോൺ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ദ പ്രൊജസ്ട്രോൺ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് എപ്പോഴും ദ തേർഡ് ജനറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലേ അല്ലേ? ഒരു ചോദ്യമുണ്ട്, അത് ഏത് ഷേപ്പിലാ? ആരെങ്കിലും ദ ടി ഷേപ്പ് ഡിവൈസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ദ ടി ഷേപ്പ് ഡിവൈസ്, ദ ടി ഷേപ്പ് ഉള്ള ഡിവൈസ് കേട്ടിട്ടുണ്ടോ അവിടെ? ഉണ്ടോ അവിടെ? ദ ടി ഷേപ്പ് ഡിവൈസ് ഓർ ദ LNG20 is LNG20 ഉണ്ട് കേട്ടിട്ടുണ്ട്. ഇത് പ്രൊജസ്ട്രോൺ കൊണ്ടുള്ള സംഭവമല്ലേ? ഇത് പ്രൊജസ്ട്രോൺ കൊണ്ടുള്ള സംഭവമാണ് ദ തേർഡ് ജനറേഷനിൽ വന്നത്. ആ എക്സാമ്പിൾ ചോദിച്ചെന്തായിരുന്നു? ആ എക്സാമ്പിൾ ചോദിച്ചാൽ LNG20യും ഓർ ദ പ്രൊജസ്ട്രോൺ ഡിവൈസ് ആണ് യൂസ് ചെയ്തത്. ഇത് മറക്കുവാരെങ്കിലും? അതിന്റെ പേരെല്ലാം അറിയാം. LNG എന്ന് പറയുമ്പോൾ പലരും കണ്ണുകളി. എന്താണ് LNG? ലിവോനോർജസ്ട്രോൾ ആണോ അവിടെ? ആലോചിച്ച് പറയുക. LNG എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് അല്ലേ? കൊണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും? ലിവോനോർജസ്ട്രോൾ കേട്ടിട്ടുണ്ട്. അവന്റെ സംഭവമാണ് LNG എന്ന് പറയുന്നത്. അതാണ് ഇന്ന് തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തത്. ഇസ് എ ക്ലിയർ? ക്ലിയർ ആയോടെ? അതും പറഞ്ഞു. ഇനി ദ ഹോർമോൺ ഏതൊക്കെ? ഇനി പറഞ്ഞ ആർക്കും അറിയാമോ ദ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാ? ഇതെല്ലാം പറഞ്ഞപ്പോ അതും അറിഞ്ഞിരിക്കുന്നത് ഹോർമോൺ ഏതൊക്കെയാണ്? ഹോർമോണൽ പിൽസ് ആണോ? ഓറൽ പിൽസ് ആണോ? ഓറൽ പിൽസ് ആണ് കൊടുക്കുന്നത് ഹോർമോണിനകത്ത്. ദ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ചോദിക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും വരുന്ന ഫസ്റ്റ് കാര്യം എന്താ? ഓറൽ പിൽസ് ആണ്. പണ്ട് കാലത്ത് സ്ഥിരം യൂസ് ചെയ്ത 2 പേരുണ്ട്. ആ ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറ് ക്വസ്റ്റ്യൻ. മാല ഡി എന്നും ആൻഡ് മാല എൻ എന്നും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാല ഡി എന്നും ആൻഡ് മാല എൻ എന്നും കേട്ടിട്ടുണ്ടോ? അതെന്താ? ഇത് കമ്പൈൻഡ് പിൽസ് അല്ലേ? അല്ലെ? രണ്ടും കമ്പൈൻഡ് പിൽസ് അല്ലേ? ഇത് ഓറൽ പിൽസിനകത്ത് വരുന്നത് കമ്പൈൻഡ് പിൽസ് അല്ലേ? ഇത് മാല ഡി എന്നും ആൻഡ് മാല എൻ എന്നും കേട്ടിട്ടുണ്ട്. ക്ലിയർ? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ആ കിട്ടി. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ നാച്ചുറൽ മെത്തേഡ് ദ ഫാമിലി പ്ലാനിങ് ഏതാ? സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നാച്ചുറൽ മെത്തേഡ് ഏതാണ്? കോണ്ടം ആണോ, കോപ്പർട്ടി ആണോ, ഓർ ദ കാലണ്ടർ മെത്തേഡ് ഏതായിരിക്കും അവിടെ? ഏത് കാലണ്ടർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇൻ ദ മെയിൽ സ്റ്റെറിലൈസേഷൻ വിളിക്കുന്ന മറ്റൊരു പേരെന്താ?
ആ ഒരു ചോദ്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ദ മെയിൽ സ്റ്റെറിലൈസേഷൻ വിളിക്കുന്ന പേര് ഇത് വാസക്ടമി അല്ലേ? 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 ദ മെയിൽ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേര് വാസക്ടമി എന്നും ആൻഡ് ദ ഫീമെയിൽ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരെന്താണ്? ട്യൂബക്ടമി. ട്യൂബക്ടമി. ട്യൂബക്ടമി അല്ലേ? ട്യൂബക്ടമി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും അന്താര പ്രോഗ്രാം കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അന്താര പ്രോഗ്രാം ആരെങ്കിലും എവിടെയെങ്കിലും ഇത് കമ്മ്യൂണിറ്റി ആണേ, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് അകത്ത് എവിടെയെങ്കിലും അന്താര പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? സംഭവം എന്താ? ഈ പറഞ്ഞ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ചോദ്യമാണ്. എന്താണ് ഈ ഇൻജക്റ്റബിൾ കോൺട്രാസെപ്ഷൻ അല്ലേ? അന്താര പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇൻജക്റ്റബിൾ കോൺട്രാസെപ്ഷൻസ് കൊടുക്കും അറ്റ് ദ സബ് സെന്റർ ലെവൽ അല്ലേ? നമ്മുടെ പി എച്ച് എസ് സിയുടെ സബ് സെന്റർ ലെവൽ എന്ത് കൊടുക്കും? നമ്മുടെ പി എച്ച് എസ് സിയുടെ സബ് സെന്റർ ലെവൽ ഇൻജക്റ്റബിൾ ദ കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കുന്ന ദ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചാൽ എന്തെഴുതും? എന്തെഴുതും? അന്താര പ്രോഗ്രാം. അന്താര പ്രോഗ്രാം ഏകദേശം 150 ഡിസ്ട്രിക്ട് മൊത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഏകദേശം 150 ഡിസ്ട്രിക്റ്റോളം എന്താണ് ദ ഇൻജക്റ്റഡ് കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് സബ് സെന്ററിൽ കൊടുത്ത ഇത് പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചാൽ ഈ ഒരു ടോപ്പിക്കുമായി ചോദിച്ചു കഴിഞ്ഞാൽ അന്താര പ്രോഗ്രാം എന്ന് ഓർമ്മ വരണം. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദ ഫാമിലി പ്ലാനിങ് വന്ന വർഷം ഏതാ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദ ഫാമിലി പ്ലാനിങ് വന്ന വർഷം. വർഷം ഫാമിലി പ്ലാനിങ് വർഷം 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 1900 പറ വല്ലതും പറയണം. പറയട്ടെ. ഇത് കുറെ ആൾക്കാർ മിണ്ടാരിപ്പുണ്ട്. എനിക്ക് അവർ ഉത്തരം അറിയണം. ഫാമിലി പ്ലാനിങ് വന്ന വർഷം 52 അല്ലേ പിള്ളേരെ? 52 അല്ലേ? ഒരു നിമിഷം ആലോചിക്കുക. ഫാമിലി പ്ലാൻ 52 അല്ലേ? 52. അതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്ലിയർ? വെറും 3 ചോദ്യം. വെറും 3 ചോദ്യം. കുറെ കാര്യം പഠിച്ചോ? പഠിച്ചോ? വെറും ടോട്ടൽ 3 ചോദ്യം പഠിച്ചു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇത് ക്ലിയർ? എല്ലാവരും പറയണം. ഇത് ക്ലിയർ? യെസ്. യെസ്. ഇതുപോലെ അങ്ങോട്ട് പോകുന്നതോറും നമ്മളെല്ലാം പഠിക്കും കേട്ടോ. തിയറിയോടൊപ്പം തന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത് നിങ്ങൾ ഏകദേശം ഒരു കറക്റ്റ് 90+ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ കൊണ്ടെത്തിക്കും. കറക്റ്റ് 90+ ക്വസ്റ്റ്യൻ കൊണ്ടെത്തിക്കും. പിന്നെ ബാക്കി ചിലപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റായി പോവാം, പക്ഷെ മിസ്റ്റേക്ക് വരാം, അതങ്ങനെ പോവും. ബാക്കി 90 ക്വസ്റ്റ്യൻസ് ഞാൻ ഉറപ്പായിട്ട് തരും. ഉറപ്പടിച്ചു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.